കഥാവദാസൻ പാസ്റ്റർ മാത്യു എബ്രഹാം നമ്മുടെ മധ്യ ഉണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മധ്യ വചനം ശുശ്രൂഷിച്ചതാണ്. ഇന്ന് നമ്മളുടെ ആരാധനയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇനിയും താൻ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ വരുമായിരിക്കും. കർത്താവ് ദാസൻ അദ്ദേഹത്തിൻ്റെ അനിയനും ഒക്കെ ഞങ്ങളുടെ ഡൽഹിയിലെ പ്രസ്ഥാനത്തിൻ്റെ മെയിൻ തൂണുകളായി കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ജോയിൻറ്റ് ട്രഷറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹം ജ്യേഷ്ഠ സഹോദരൻ ഈ പ്രിയപ്പെട്ടവരും ഡൽഹിയിൽ ഞങ്ങളോട് ഉണ്ടായിരുന്നു. എല്ലാവർക്കായും സ്തോത്രം. അവരുടെ ഭവനങ്ങളിൽ പോയി പാർക്കാനൊക്കെ ഞങ്ങൾ കുടുംബമായിട്ട് ഇടയായിട്ടുണ്ട്. ആ സ്നേഹത്തെ ഇദ്ദേഹത്തിൻ്റെ മകൻ ഇവിടുത്തെ ഒരു ലോക്കൽ ചർച്ചിലെ പാസ്റ്ററാണ്. അവിടെ പോകാതെ ഇവിടെ വന്നത് നമ്മളോടുള്ള സ്നേഹത്തിനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ദൈവദാസനായ സ്തോത്രം. തുടർന്ന് കർത്താവദാസൻ പാസ്റ്റർ ഡാനിയൽ ജോർജ്. അദ്ദേഹവും പുതിയ ആളല്ല, പഴയ ആൾ തന്നെയാണ്. എന്നാൽ ഞാൻ മുഴുവനും 1 മണിക്കൂർ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പകുതി സമയം സിസ്റ്റർ എടുത്തതുകൊണ്ട് ബാക്കി സമയമേ ഉള്ളൂ. ഉള്ളത് കർത്താവ് തക്കത്തിൽ ഉപയോഗിച്ചാട്ടെ കർത്താവ്. ഇന്ന് പകൽക്കാലം നിങ്ങളോട് കൂടെ ആരാധനയിൽ ഇന്ന് ആയിരിക്കുവാൻ ദൈവമായ കർത്താവ് എനിക്കും ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതോർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2-3 പ്രാവശ്യം ഇവിടെ വെള്ളിയാഴ്ച മീറ്റിങ്ങുകളൊക്കെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ ഇവിടെ ഞായറാഴ്ച ഒരു ദിവസം പോലും കർത്താവിൻ്റെ ദാസൻ മാത്യു പാസ്റ്റർ പറഞ്ഞു, അവസാനത്തെ ഞായറാഴ്ച ഇവിടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 5 മാസമായി ഇപ്പോൾ ഞാനും എൻ്റെ വൈഫും ഇവിടെ ഈ അമേരിക്കയിലായിരിക്കുന്നു. അതുകൊണ്ട് അവസാനത്തെ ഞായറാഴ്ച ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ ഇതിനിടയിൽ അടുത്ത 2 ഞായറാഴ്ച ഉള്ളതുകൊണ്ട് അടുത്ത 28-29 അവിടെ ഒരു മ്യൂസിക് നൈറ്റും പിന്നെ ഞായറാഴ്ചയും ആ സഭയിൽ തന്നെ ആയിരിക്കുന്നു. അടുത്ത അവസാനം ഞങ്ങൾ 10-ആം തീയതി തിരിച്ചു പോകുന്ന 6-ആം തീയതിയിലത്തെ ഞായറാഴ്ച ഓസ്റ്റിനിൽ പാസ്റ്റർ സാംകുട്ടിയുടെ സഭയിൽ ആയിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ദിവസം എനിക്ക് തന്നത്. അതുകൊണ്ട് ചില നന്ദി വാചകങ്ങൾ പറയാതിരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ദൈവം ഇത്രത്തോളം കൂട്ടിക്കൊണ്ട് വന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ഒരു ക്ഷണത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമത്തിലുമാണ് ഞാനിവിടെ അമേരിക്ക ആദ്യമായിട്ട് കാണാനിടയായി. അതേ കാലത്ത് ഞാൻ പറയും, ഇന്ന് ഞാൻ 15 വർഷത്തിന് ശേഷമാണ് അമേരിക്കയിൽ ഇപ്പോൾ വരുന്നത്. എൻ്റെ വൈഫ് ഒരു പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ പലയിടങ്ങളിലും കടന്നുപോയി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. ചിലയിടങ്ങളിലൊക്കെ പുതിയ സ്ഥലങ്ങളിലും കടന്നു പോകുവാൻ കർത്താവ് ഇടയാക്കി. ഇവിടെയും ഈ കഴിഞ്ഞ സമയങ്ങളിടയ്ക്കൊക്കെ ആയിരുന്നു. കർത്താവിൻ്റെ ദാസനും ഇവിടുത്തെ സഭയ്ക്കുമായി പ്രത്യേകമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ചില അധികം ദൈവ മക്കളെല്ലാവരും എന്നെ അറിയുന്നവരാണ്. അതുകൊണ്ട് അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, എൻ്റെ പേര് ഡാനിയൽ ജോർജ്. ഞാനിപ്പോൾ ദൈവ സഭയിൽ അല്ലെങ്കിൽ ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പാസ്റ്റർ മാത്യുമ്പൻ ആരംഭിച്ച ഒരു ശുശ്രൂഷയുടെ ഭാഗമായി അവിടെയുള്ള ബൈബിൾസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ബൈബിൾസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി ആ ശുശ്രൂഷയിൽ ഇവിടെ നിന്ന് വന്ന സഹായിച്ച എല്ലാവരെയും ഞാൻ അവരോട് നന്ദി കരയറ്റുകയാണ്. കഴിഞ്ഞ ഗ്രാജുവേഷൻ സർവീസിൽ വന്ന് അവിടെയും ഈ ശുശ്രൂഷ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൻ്റെ ശുശ്രൂഷയിൽ ഗ്രാജുവേഷനിലൊക്കെ വന്ന് സംബന്ധിച്ച് ആ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിച്ച എല്ലാ ദൈവമക്കൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്റർ ലൈല, ബ്രദർ കുഞ്ഞ്, ഇങ്ങനെയുള്ള ദൈവദാസന്മാർ, സിസ്റ്റർ നിമ്മിയൊക്കെ അവിടെ വന്ന് സഹായിച്ചു. അങ്ങനെ അവരുടെയൊക്കെ
ഉദാരമായ പ്രാർത്ഥനയും സഹായവും ഒക്കെ ഈ ബൈബിൾ സ്കൂളിൻ്റെ നിലനിൽപ്പിന് വളരെ സന്തോഷമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നിമ്മി സഹോദരിക്ക് പ്രത്യേക ഒരു കാഴ്ചപ്പാട്, ആ ബൈബിൾ സ്കൂളിന് വേണ്ടി ഒരു കെട്ടിടം ഉണ്ടാകണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ആ സഹോദരി വളരെ അധ്വാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വന്ന് പല ഭവനങ്ങളിൽ താമസിക്കുവാനിടയായി, പല സ്ഥലങ്ങളിൽ പോകുവാനിടയായി. ഡാളസ്, അറ്റ്ലാന്റ, നോർത്ത് കാരോലൈന, പിന്നെ പ്രത്യേകിച്ച് ഒരു പുതിയ സ്ഥലത്തും, അതായത് സെൻറ്റ് ലൂയിസ്. പിന്നെ അറ്റ്ലാന്റയും സെൻറ്റ് ലൂയിസ് ഞാൻ ഇതുവരെ പോയിട്ടില്ല, എന്നാൽ അവിടെയും പോകുവാനും ചില ഇംഗ്ലീഷ് സഭകളിലും പോയി സംബന്ധിപ്പാനൊക്കെ സഹായിച്ചു. അങ്ങനെയുള്ളതായ സാക്ഷ്യം. പിന്നെ ഇവിടെ വന്ന് ഈ ഹ്യൂസ്റ്റണിൽ വന്ന് ദൈവ മക്കളുടെ ഭവനങ്ങളിൽ താമസിക്കുവാൻ, ജോഷുവ അച്ചായൻ്റെ ഭവനത്തിലും ചന്ദ്രചേട്ടൻ്റെ ഭവനത്തിലുമൊക്കെ താമസിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ അവരോടുകൂടെ ചെലവഴിക്കുവാനിടയായി. ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നു. ചെല്ലണമെന്നൊക്കെ പിന്നെയും വിളിക്കുന്നു. അങ്ങനെയുള്ളവർക്കായി സ്തോത്രം. പിന്നെ ഡാളസിൽ ചെന്നപ്പോൾ അവിടെ നമ്മുടെ സഹോദരൻ ഷെറിൻ അവിടെ ആയിരുന്നു. ഇപ്പോൾ അവരിവിടെയാണ്. വിൽസൺ ബ്രദർ, ഷെർലി സിസ്റ്റർ, അവരെയും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അവരുടെയും ഭവനങ്ങളിലൊക്കെ പോകുവാനൊക്കെ ഇടയായി. ഈ വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് എന്ന രീതിയിൽ വരുന്ന എന്നെപ്പോലെയുള്ളവർ, എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ദൈവദാസന്മാരും സഭകളുമൊക്കെ വചനമൊക്കെ കൂടുതൽ സംസാരിക്കുന്നവരും പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമൊക്കെ ആണെങ്കിലും മലയാളികളായ നിങ്ങളുടെ ആ ഉദാരമായ സഹകരണം കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ശുശ്രൂഷിക്കാൻ അവസരം ഉണ്ടാകും. അല്ലാതെ ഞങ്ങളെക്കാളും ഞങ്ങൾക്ക് കൂടുതൽ വചനം അറിയാവുന്നോ അല്ലെങ്കിൽ കൂടുതൽ അനുഭവം ഉണ്ടാകുന്നോ എന്നൊന്നും കൊണ്ടല്ല. ദൈവമക്കളുടെ സ്നേഹം, സന്തോഷം, സഹകരണം, ഇതിലല്ലാതെ അതിനപ്പുറമായിട്ടൊന്നുമില്ല. കർത്താവിൻ്റെ വിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വൈഫ് ഈ ശുശ്രൂഷയിൽ എന്നെ ഒരുപാട് സഹായിച്ചു. ഞാൻ ഞായറാഴ്ചകളിലോ മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നെങ്കിലും എൻ്റെ കൂടെ താമസിച്ച ഭവനങ്ങളിലൊക്കെ അവളുടെ സ്വന്തം വീട് പോലെ അവരുടെ കിച്ചൺ മുതലേ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ നിലയിൽ ഒരു കാര്യത്തിനും ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. അതിന് തീർച്ചയായിട്ടും അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും സഹോദരി നിമ്മി സഹോദരിയുടെ ഭവനത്തിലാണ് താമസിക്കുന്നത്. സഹോദരിയുടെ വളരെ അക്ഷീണാർത്ഥമുള്ള പ്രയത്നത്തിനായി, പ്രാർത്ഥനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളം ദൈവം അനുഗ്രഹിക്കട്ടെ. സാമ്പ്രദൻ്റെ ഭവനത്തിലുമൊക്കെ കടന്നു പോയിട്ടുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഒരു പാട്ട് പാടുന്ന പോലെ ആരും എഴുന്നേറ്റ് ഓടുകയൊന്നും ഇല്ലല്ലോ. എന്നാൽ പിന്നെ ഒരു പാട്ട് പാടും. ഇതോടൊപ്പം കർത്താവിൻ്റെ ദാസൻ മാത്യു എബ്രഹാം നമ്മുടെ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ വന്ന് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഷാജി മാത്യുവുമായിട്ട് വളരെ നല്ല കൂട്ടായ്മയിൽ ആ കുടുംബത്തെ മൊത്തം അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭവനത്തിലും ഷാർലറ്റിൽ പോകുവാനിടയായി. 5 ദിവസം അവിടെയും താമസിച്ച് ഷിൻറ്റോയും ഒക്കെ ആയിട്ട് വളരെ നല്ല കൂട്ടായ്മയുള്ള ഒരു ഭവനമാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പാപ്പച്ചൻ, അദ്ദേഹത്തെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, സൂമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹത്തെയും കാണുവാനിടയായി. അദ്ദേഹത്തെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഞാനും കേൾക്കാറുണ്ട്, ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കരുണ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ പ്രതികൂലങ്ങളിലും
അനുകൂലമായ സാഹചര്യങ്ങളിലുമൊക്കെ അവൻ കൈവിടാതെ കൂടെയുള്ളതുകൊണ്ട് നമുക്കവനെ നിത്യതയോളം സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇടയാകുന്നു. അങ്ങനെ ദൈവം ആ കാഴ്ചപ്പാട് നമ്മളെ നിലനിർത്തട്ടെ. അവൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു പാട്ട് പാടുവാനും സ്നേഹമേ എന്തു കണ്ടെന്നിൽ ദൈവമേ അങ്ങൻ ജീവിതത്തിലേകിയ നന്മകളോർക്കുകിൽ വാക്കുകൾ ഇത്രമാം സ്നേഹമേ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം അല്പമായി ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അതിനാധാരമായിട്ട് ദൈവവചനത്തിൽ നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം. 14-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച്. ഇരുപത്തൊമ്പതോടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാം ആയിരിക്കുന്ന ഈ ലോകം പല തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുങ്കാറ്റുകളാൽ, പേമാരിയാൽ, പ്രശ്നങ്ങളാൽ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഒരു ലോകം. ഈ കഴിഞ്ഞ മാസവും ഇവിടെയും ഒരു കൊടുങ്കാറ്റുണ്ടായില്ലേ? ഹരിക്കെയിൻ ഇവിടെ വന്ന് ഇവിടെയും ഒരു കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായ ചില പരിണിത ഫലങ്ങൾ അത് വിട്ടേച്ചാണ് പോകുന്നത്. കൊടുങ്കാറ്റ് വന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില അനുഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ ആയിരുന്നപ്പോൾ കൊടുങ്കാറ്റ് വന്നു, പല മരങ്ങളൊക്കെ വീണ് കിടക്കുന്നത് കാണുവാനിടയായി. പലരുടെയും വേലികളൊക്കെ പോയി, കറണ്ട് ഇല്ലാതായി, പിന്നെ ഇൻ്റർനെറ്റ് പോയി, അങ്ങനെ വാർത്താവിനിമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പലതരത്തിലുള്ളതായ ഇങ്ങനെയുള്ള ലോകപരമായിട്ടുള്ള കൊടുങ്കാറ്റുകൾ അല്ലെങ്കിൽ മറ്റ് തരത്തിൽ ആത്മീയമായ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കാറുണ്ട്. കൊടുങ്കാറ്റും തിരമാലയും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പലതരത്തിലുള്ള കൊടുങ്കാറ്റുകളുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുണ്ട്. പലതരത്തിൽ ഒരുപക്ഷെ ഇന്നും അനുഭവിക്കുന്ന ഒരു പക്ഷേ ഇവിടെ ഇരിപ്പുണ്ടാകാം. ചുറ്റുപാടുകളിൽ പല നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാകുന്ന കൊടുങ്കാറ്റുകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, പെട്ടെന്ന് തിരിച്ചറിയാൻ ഇടയായ മാരകമായ രോഗത്തിൻ്റെ അടിമയായി എന്ന് ചിന്തിക്കുന്ന കൊടുങ്കാറ്റുകൾ, തലമുറകളെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങളുടെ കൊടുങ്കാറ്റുകൾ, പൂർത്തീകരിക്കപ്പെടാത്ത അഭിലാഷങ്ങൾ എന്നിങ്ങനെയുള്ള അപ്രതീക്ഷിതമായ പല കൊടുങ്കാറ്റുകളും ജീവിതത്തിൽ ആഞ്ഞടിക്കാറുണ്ട്. ഇന്ന് വായിച്ച ഈ വേദഭാഗത്തിൽ അവിടെ നാം കാണുന്നത്, ഇന്നലെ രാത്രി കർത്താവിൻ്റെ ദാസൻ ഇതിനകത്തുനിന്ന് അല്പം കാര്യങ്ങൾ ഉദ്ധരിക്കുവാനിടയായി. ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ വചനപ്രകാരമാണ് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരതനുസരിച്ച് പോകാമെന്ന് വിചാരിച്ച് അവർ പടകിൽ കയറി അക്കരയ്ക്ക് യാത്രയാണ്. അതിൻ്റെ പിന്നിൽ അവിടെ നടന്നത് നമുക്കറിയാം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വലിയൊരു അത്ഭുതം കണ്ട് ശിഷ്യന്മാർ അതിനെക്കുറിച്ച് ഒരുപക്ഷെ സംസാരിച്ചുകൊണ്ട് പടകിൽ കയറി മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവർ പോകുമ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരം സമയമാണ്. അപ്പോൾ കർത്താവ് മലയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യർ കൊടുങ്കാറ്റിനെ നേരിടുന്നതായിട്ട് നമ്മൾ കാണും. അങ്ങനെ ഈ യാത്രയുടെ മുൻപോട്ടുള്ള അവരുടെ പോക്കിൽ ഇരുട്ട് വ്യാപരിക്കുവാനിടയായി. വളരെയധികം ശക്തമായി, പതുക്കെ പതുക്കെയുള്ള കൊടുങ്കാറ്റ് ഇപ്പോൾ ശക്തമായി വളരെ അധികം
അവർക്ക് അവരുടെ പടകിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള കൊടുങ്കാറ്റ് അവരെ ബാധിച്ചിരിക്കുകയാണ്. അവർ തന്നെ നശിച്ചു പോകുമോ, മരിച്ചു പോകുമോ, ഈ വെള്ളത്തിൽ ഇത് അവസാന യാത്രയായി മാറുമോ എന്ന് വിചാരിച്ച് അവർ വളരെ പ്രശ്നത്തിലായി ഭാരപ്പെട്ടു, നിലവിളിക്കുവാനിടയായി. നോക്കണം, ഇവിടെ യേശു പറഞ്ഞിട്ടാണ് അവർ പോയത്. യേശുവിൻ്റെ വാക്കനുസരിച്ച് ദൈവഹിതപ്രകാരം നമ്മൾ പോയി കഴിയുമ്പോൾ ചിലരുടെയൊക്കെ ധാരണ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ഇവിടെ യേശു നേരിട്ട് സംസാരിച്ച അതിനൊത്തവണ്ണം ഇവർ മുൻപോട്ട് പോയതാണ്. അവർ പോകുമ്പോൾ ഒരു പ്രശ്നവുമില്ല, പ്രകൃതിയെല്ലാം വളരെ ശാന്തമാണ്. അവിടെ ആ കടലിൽ, ഗലീല കടലിൽ, ദൈവം 2 വർഷം മുമ്പേ എനിക്കും അവിടെ പോയിടേ, അവിടെ തിരയൊന്നും അടിക്കുന്ന സാഹചര്യം ഉണ്ടായി കണ്ടില്ല. എന്നാൽ ആ കടലിൽ ഇവർ യാത്ര ചെയ്യുമ്പോൾ ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര തുടങ്ങി. മുൻപോട്ട് പോകുമ്പോൾ കൊടുങ്കാറ്റ്, പേമാരി, തിരമാലകൾ ഇതാ അവരുടെ പടകിനെ മുക്കുമാറാക്കും എന്ന തരത്തിലുള്ള കൊടുങ്കാറ്റ് അവരെ ആഞ്ഞടിക്കുകയാണ്. ദൈവഹിതപ്രകാരം പോകുമ്പോൾ കൊടുങ്കാറ്റ് വരുമോ? ദൈവഹിതപ്രകാരം ഒരു തീരുമാനമെടുത്താൽ ബിസിനസ് തകർന്നു പോകുമോ? ദൈവഹിതപ്രകാരം ഒരു കാലെടുത്ത് വെച്ചാൽ അവിടെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതാകുമോ? വിശ്വാസികളായ നമ്മുടെ ദൈവ ജീവിതത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ളതായ ഒരു ചിന്താകുഴപ്പം ഒരുപക്ഷെ നമ്മെ ഭരിക്കുന്നുണ്ടാകാം. ദൈവം നമ്മെ മുമ്പോട്ട് നടത്തുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതെന്തോ പിശാചാണ്, ഇതെന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്, നിന്റെ ജീവിതത്തിൽ ഏതോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റിന് നീ ഇരയായി തീരുന്നത് എന്നൊരു പക്ഷേ ചിന്തിക്കുന്നവരുണ്ടാകാം. ഇവിടെ നോക്കൂ, ശിഷ്യന്മാർ, യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ, യേശു പറഞ്ഞിട്ട് അവർ പടകിൽ കയറി മുൻപോട്ട് യാത്ര ചെയ്യുകയാണ്. അവർ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അവരിൽ അധികം പേരും മീൻപിടുത്തക്കാരാണ്, കടലിൽ പരിചയമുള്ളവരാണ്. എങ്കിലും ആ കടലിൽ അവരുടെ പടക് മുങ്ങിപ്പോകുമെന്ന് ഭീതിയിൽ അവർ നിലവിളിക്കുകയാണ്. ഏകദേശം ഇതവിടെ പറയുന്നത് 4-ാം യാമത്തിൽ പ്രൈസ് ദി ലോർഡ് ആയി. ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ, ഹിഡൻ ബ്ലെസ്സിങ്സ് ഇൻ ദ storms of life. There are a lot of storms that happens in our lives. We don't know where it comes from. We don't know what to do. Where should I go? What type of decision I should take? I don't know. And there are some hidden blessings in that. എന്നാൽ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ കൊടുങ്കാറ്റുമായി അവർ മല്ലയുദ്ധം നടത്തുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 48-ാം വാക്യത്തിൽ ഇതേ കാര്യം വിവരിക്കുമ്പോൾ അവിടെ തണ്ട് വലിച്ച് അവർ ക്ഷീണിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. They were rowing. They were so tired. They could not make the boat go ahead. അവർക്ക് പടക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം അവർ വലഞ്ഞു. ദൈവത്തിൻ്റെ പൈതലെ, നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് തരത്തിലുള്ള കൊടുങ്കാറ്റാണ് എന്ന് നിനക്ക് മാത്രമേ അറിയാവൂ. അതോ ജീവിതത്തിലെ കുടുംബത്തിൻ്റെ പ്രശ്നമാകുന്ന കൊടുങ്കാറ്റാണോ? മക്കളെ കുറിച്ചുള്ള ഭാരപ്പെടുന്ന കൊടുങ്കാറ്റാണോ? രോഗമെന്ന കൊടുങ്കാറ്റാണോ? തുടർച്ചയായിട്ട് രോഗത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് എന്ന് തീരും ഈ കൊടുങ്കാറ്റ് എന്ന് അവസാനിക്കും, ഈ കൊടുങ്കാറ്റിൽ ഞാൻ തകർന്നു പോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭീതിയാണോ? ശിഷ്യന്മാർ, യേശുവിൻ്റെ വാക്ക് കേട്ട് നടക്കുന്നവർ, ഇതായിപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലായിരിക്കും. ദൈവത്തിൻ്റെ പൈതലേ, കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ദൈവം അയക്കുന്നത്? ദൈവം അയച്ചിട്ട് ഒരു കൊടുങ്കാറ്റ് പിശാച് അയക്കുന്നതുകൊണ്ട്. ഇതാ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പോയവരാണ്, എന്നാൽ അവിടെയും ഈ കൊടുങ്കാറ്റ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രശ്നങ്ങളും പിശാച് കൊണ്ടുവരികയാണ് എന്ന്, പിശാച് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ധരിക്കരുത്.
ദൈവം അനുവദിക്കുന്ന ചില പ്രശ്നങ്ങൾ, ദൈവം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, സ്റ്റോംസ് ആർ ഗോഡ്സ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നിന്നെ അടുത്ത പടിയിലേക്ക് ഉയർത്തുവാനുള്ള ദൈവത്തിൻ്റെ മുഖാന്തരമാണ് കൊടുങ്കാറ്റ്. ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്നെ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക്, അനുഗ്രഹങ്ങളുടെ മേഖലയിലേക്ക്, മുൻപോട്ട് ആത്മീയ ജീവിതത്തിൽ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കൊടുങ്കാറ്റിനെ നോക്കി നീ പിറുപിറുക്കാതെ നന്ദിയോടെ അതിനെ ഏറ്റെടുക്കുവാൻ മനസ്സുണ്ടോ? God allows these storms in our lives, and God makes that actually vehicle to go ahead. ദൈവം ആ കൊടുങ്കാറ്റിനെ, ഇവർ ഭയപ്പെട്ട കൊടുങ്കാറ്റിനെ തന്നെ വാഹനമാക്കി ആ വെള്ളത്തിൽ കൂടെ യേശു നടന്നു വരികയാണ്. സ്തോത്രം. 4-ാം യാമം എന്ന് പറയുന്നത് 3 മുതൽ 6 വരെയുള്ള സമയങ്ങളാണ് വെളുപ്പിന്. വളരെ നല്ല ഇരുട്ടുള്ള സമയം, ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം. എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും, എങ്ങനെ ചെയ്യും, ഒന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയാത്തൊരു ജീവിത സാഹചര്യം. ദൈവത്തിൻ്റെ പൈതലെ, എന്നെ കേൾക്കുന്ന, എന്നേക്കാൾ പ്രായമുള്ളവരെ, എന്നേക്കാളിൽ ഇളയവരെ, ഞാൻ പറയട്ടെ, ജീവിതത്തിൽ പലതരത്തിൽ കൊടുങ്കാറ്റുകൾ വരും. അപ്പോൾ ചിലതൊന്നും മനസ്സിലാക്കൂല. ഈ കർത്താവ് എവിടെ പോയി? എവിടെയാണ് കർത്താവേ നീ ഇന്ന്? എന്നെ നീ കൈവിട്ടോ? എൻ്റെ ഈ അവസ്ഥകൾ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ? പലപ്പോഴും പലതും മനസ്സിലാക്കുവാൻ കഴിയാതെ, എല്ലാം ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം, ഏത് ജോലി തിരഞ്ഞെടുക്കണം, എന്ത് തീരുമാനിക്കണം, ഈ അവസ്ഥയിൽ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യും? ഒന്നും വ്യക്തമായിട്ട് കാണുവാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സഹോദരന്മാരിപ്പോൾ. നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ലായിരിക്കാം. I don't know what's happening with me. What's going on here? Jesus, where are you? കർത്താവേ, നീ എവിടെയാണ്? ദൈവത്തിൻ്റെ പൈതലെ, കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ഓർക്കുക, 4-ാം യാമത്തിൽ വെളിപ്പെടുന്ന ഒരു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. കൊടുങ്കാറ്റ് മധ്യത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് 4-ാം യാമത്തിലായിക്കോട്ടെ, നിന്റെ ദൃഷ്ടിയിൽ ഒന്നും നടക്കുകയില്ല എന്ന് പറയുന്ന സമയമായിക്കോട്ടെ, അവൻ അപ്പോഴേ വെളിപ്പെടുന്ന ദൈവമാണ്. എൻ്റെ വൈഫിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. 10 വർഷമല്ല 13 വർഷം അനുഭവിച്ചു. 3 പിള്ളേരുടെയും കല്യാണം നടക്കാൻ. ഞങ്ങളും പലപ്പോഴും മാനുഷികമായ രീതിയിലൊക്കെ പിറുപിറുത്ത് പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ ഇടയായതുകൊണ്ട് ഇന്ന് സാക്ഷ്യം പറയാം. ദൈവം അന്നേരം നോക്കണം, വചനം പറയുന്നത്, ആമേൻ, ഇപ്പോഴുള്ളതായ ഈ അവസ്ഥകൾ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ആമേൻ. ദൈവവചനം പറയുന്നത് എന്താണ്? എബ്രായ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമത്രേ എന്ന് തോന്നും കേട്ടോ, അത് തോന്നലാണ്. ദുഃഖമത്രേ എന്ന് തോന്നും, പിന്നത്തേതിലോ അതിനാൽ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ, അഭ്യാസം വന്നു കഴിയുമ്പോൾ, അഭ്യാസം എന്നുള്ള വാക്കിന് അർത്ഥം അതുകൊണ്ട് അനുഭവിച്ച് കഴിയുമ്പോൾ, ആമേൻ, അത് നീതി എന്ന സമാധാനം ഫലം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് ഈ കൊടുങ്കാറ്റ് നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനാണ്. 4-ാം യാമത്തിൽ വെളിപ്പെടുന്ന യേശു, ഹല്ലേലൂയ. ഇവിടെ അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ, he comes in the face of disaster. അവൻ ദുരന്തത്തിൻ്റെയും അത്യാഹിതത്തിൻ്റെയും മധ്യത്തിൽ വെളിപ്പെടുന്നവനാണ്. സ്തോത്രം, 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 സ്തോത്രം. നിനക്ക് തോന്നുന്നു ഒന്നും സംഭവിക്കുന്നില്ല, നിനക്ക് തോന്നുന്നു കർത്താവ് എന്നെ കൈവിട്ടോ, നിനക്ക് തോന്നുന്നു ഒരുപക്ഷെ എന്താ എനിക്ക് സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, കാര്യങ്ങൾ എന്ത് ചെയ്യും? അത് ശുശ്രൂഷയിലായിക്കോട്ടെ, കുടുംബജീവിതത്തിലായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ജോലി സംബന്ധമായിക്കോട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, നിന്നെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഇവിടെ തണ്ട് വലിച്ച് ക്ഷീണിച്ചവരുടെ
അവസ്ഥകൾ കണ്ട് ദുരന്തം അവർക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇവിടെ തന്നെ തകർന്നു പോകും, ഇവിടെ തന്നെ മുങ്ങിച്ചാകും. വെള്ളത്തിലൊക്കെ പരിചയമുള്ളവരാണെങ്കിൽ ഇതുപോലുള്ള അവസ്ഥ പലപ്പോഴും നമുക്ക് പരിചയമുള്ള അവസ്ഥകളിൽ പലപ്പോഴും നമുക്ക് തന്നെ മനസ്സിലാകാത്ത ചില സാഹചര്യങ്ങളിൽ കൂടെ കടന്നുവിടുന്ന ഒരു അനുഭവമുണ്ട്. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവരെ കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. അവൻ ദുരന്തത്തിൻ്റെ മധ്യത്തിൽ വെളിപ്പെടുന്നവനാണ്. ആമേൻ, ഹല്ലേലൂയ. ആഴത്തിന്മേൽ വെളിപ്പെടുന്നവൻ അത്രേ. സ്തോത്രം. ഈ സഹോദരങ്ങൾ അവർക്ക് പരിചയമുള്ള കടലിൽ കൂടെ പോവുകയാണ്. തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ക്രിസ്തീയ ജീവിതം തുടങ്ങുമ്പോഴും പലപ്പോഴൊക്കെ സന്തോഷപരമായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ വിചാരിക്കുമോ എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നത്. നമ്മുടെ വിശ്വാസികളായിട്ടുള്ളവരുടെ പലരുടെയും കൺഫെഷൻ ഇങ്ങനെയാണ്. ഏതോ നല്ലത് ഇപ്പം നല്ലതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ പറയാറുണ്ട്, ഇപ്പം നമ്മൾ ഏതോ വലിയ അപകടം വരാൻ പോകും, അതാ ഇപ്പോഴൊക്കെ സന്തോഷം. ഇല്ല, നമ്മുടെ നോട്ടത്തിൻ്റെ കുഴപ്പമാണ്, നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു യേശു നമ്മുടെ കൂടെ ഉണ്ടോ? യുവർ ചെയ്യും. അതല്ലേ സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്, പച്ചപ്പുൽപ്പുറൻ്റെ അനുഭവങ്ങളിലും സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അനുഭവത്തിലും ശത്രുക്കളുടെ മുമ്പാകെ മേശ വിരിക്കുന്ന അനുഭവത്തിലും അപ്പോൾ തന്നെ കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും എനിക്ക് ഭീതിയില്ല. ഒരുപക്ഷെ ഞാൻ ഭയപ്പെടുമെന്നാണോ പറഞ്ഞത്? ഇല്ല, എനിക്ക് ഭീതി ഇല്ലെന്നാ പറഞ്ഞത്. ഞാൻ ഭയപ്പെടുകയില്ലെന്നാ പറഞ്ഞത്. That's a positive confession that every believer should make. When you are going through struggle, നീ പ്രശ്നത്തിൽ കൂടെ പ്രതികൂലത്തിൽ കൂടെ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ തിരമാലകളെ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നീ വായ്കൊണ്ട് ഏറ്റു പറയണം, I will be more than conqueror in the name of Jesus. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എന്തിനാണ് കൊടുങ്കാറ്റിൻ്റെ സമയം മുമ്പോട്ട് പോകുന്നു? storms are God's means of testing. കൊടുങ്കാറ്റുകൾ നമ്മെ ശോധന ചെയ്യാനുള്ള മുഖാന്തരങ്ങളാണ്. എന്ത് ശോധന ചെയ്യും? നമ്മുടെ വിശ്വാസം. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും വിശ്വാസം ഉണ്ടോ എന്നറിയാനേ കൊടുങ്കാറ്റ് അയച്ചെങ്കിലേ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. ആമേൻ. നമ്മുടെ ഉള്ളിൽ ദൈവം തന്നതായ കൃപ, നമുക്കുള്ളിലുള്ളതായ വിശ്വാസം ഒന്ന് പരീക്ഷിച്ച് നോക്കുമ്പോൾ മാത്രമേ അതറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും വിശ്വാസം ഉണ്ടോ, അതോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുമ്പോൾ? ആമേൻ. സാക്ഷ്യങ്ങൾ പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രശ്നത്തിൽ കൂടെ കടന്നു പോവാണ്, എന്നാൽ കർത്താവ് എന്നെ വിടുവിക്കും, നിങ്ങൾ എന്നോട് കൂടെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് വേണം പറയാൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ട് കാണത്തില്ല. സ്തോത്രം. പ്രതികൂലങ്ങളെ കൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ വിലയേറിയ പ്രാർത്ഥന ആവശ്യമാണ് എന്ന് പറയുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇച്ചിരി പ്രതികൂലത്തിൽ കൂടെയാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ആക്ച്വലി മേക്ക് യു എ ചൈൽഡ് ഓഫ് ഗാഡ്. കാരണം ദൈവത്തിൻ്റെ മക്കളെന്നാണ്. ആ ദൈവം ജയത്തെ തരുന്ന ദൈവമാണ്. സ്തോത്രം. അപ്പോൾ കൊടുങ്കാറ്റുകൾ നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്നു. അവ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ രക്ഷകനായി വെളിപ്പെടുന്നു. ഇതുവരെ യേശുവിനെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന രീതിയിൽ മാത്രമേ അവർ മനസ്സിലാക്കിയുള്ളൂ. എന്നാൽ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിനക്ക് രക്ഷകനായി വെളിപ്പെടുന്ന ഒരു യേശുവിനെ കുറിച്ച് നിനക്ക് മനസ്സിലാകുവാൻ, യെസ്, he is not only just a provider, he is also the protector. അവൻ നിനക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കി ആഹാരവും വസ്ത്രവും പാർപ്പിടവും എല്ലാം തരുന്നവൻ മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്നെ ജയാളിയായി നിർത്തുന്ന യേശുവാണ്. അവൻ രക്ഷകനായിട്ട് വെളിപ്പെടുന്നവനാണ്. ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് ഓർപ്പിക്കുകയാണ്, അവൻ നിനക്ക് വേണ്ടി കരുതുന്നവൻ മാത്രമല്ല, അവൻ നിന്നെ സംരക്ഷിക്കുന്നവനുമാണ്. അത് ഏറ്റു പറയാൻ മനസ്സിലാകും. അവ യേശുവിനെ, ഈ കൊടുങ്കാറ്റുകൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ അവൻ എങ്ങനെ നമ്മെ രക്ഷിക്കും എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. യേശു വന്നിട്ട് എന്താ പറഞ്ഞേ? അയ്യോ കുഞ്ഞുങ്ങളെ,
അയ്യോ കൊടുങ്കാറ്റാണോ, ഇത് എന്ത് ചെയ്യുമെന്ന് എനിക്കും അറിയത്തില്ല എന്നാണ് പറയുന്നത്. അയ്യോ എന്ത് ചെയ്യും, ഞാൻ വിചാരിച്ചു നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇപ്പോൾ അബദ്ധമായി പോയോ. നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, എനിക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പോകണമെന്നുണ്ടായിരുന്നു, എന്തോ ചെയ്യാൻ. എന്നൊന്നുമല്ല യേശു പറഞ്ഞേ, ധൈര്യപ്പെടുവീൻ. ഹല്ലേലൂയാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുക്കി ഒന്ന് പറയും, ധൈര്യപ്പെടാം എന്ന് പറഞ്ഞാട്ടെ. ആണ്ട് ഒരാൾ ഭാഗത്ത് അങ്ങോട്ടും പറഞ്ഞാട്ടെ, ധൈര്യപ്പെടുവീൻ. സ്തോത്രം. ആമേൻ. ധൈര്യപ്പെടുവീൻ. ഇതാരാകുന്നേ? ഞാനാണ് കുഞ്ഞെ, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതാ ഓർപ്പിക്കുന്നത്. ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്. ഞാനാകുന്നവൻ ഞാനാണ്. നിങ്ങൾ എന്തിനെ ഭയപ്പെടണം? ഇവിടെ ഭയപ്പെടരുതെന്ന് മാത്രമല്ല പറയുന്നത്, ഭയപ്പെടുന്നത് നിർത്താൻ. ഭയപ്പെടുന്നത് നിർത്താൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഭയപ്പെടുന്ന അങ്ങ് നിർത്ത്. സ്തോത്രം. ഭയപ്പെടരുത്. ഇത് കർത്താവ് പറഞ്ഞതാ. കർത്താവ് പറഞ്ഞതിന് ഏറ്റു പറയുന്നതായി വിശ്വാസം. ഭയപ്പെടരുത്. സമാധാനത്തിൻ്റെ സന്ദേശം. ഇവിടെ യേശു കടന്നു വന്ന് അവർക്ക് സമാധാനം കൊടുക്കുന്ന സന്ദേശമാണ്. ഭയപ്പെടേണ്ട, ഞാനാകുന്നു. പേടിക്കേണ്ടെന്ന്. ഇത് ഞാനാകുന്നു. ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വാതിലാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അതേ ഞാൻ ആരംഭം മുതലേ ഉള്ളവൻ. ആ ഞാനാണ് നിന്നോടുകൂടെ ഇരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയാ. എനിക്ക് മുമ്പോട്ട് പോട്ടെ. പിന്നെന്താണ്? ഒരു ശക്തിയുടെ സന്ദേശമാണ്, ധൈര്യം പകരുന്ന സന്ദേശം. നിങ്ങൾ ക്ഷീണിച്ചു പോകരുത് കുഞ്ഞെ, ക്ഷീണിച്ചു പോകരുത്. നിനക്ക് ഞാൻ ധൈര്യം പകരാൻ വന്നതാണ്. നിന്നെ ശക്തിയാക്കുന്ന, നിന്നെ ശക്തീകരിക്കുന്നവൻ ഞാനിതാ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോകണം, എൻ്റെ സമയം എടുത്തു. ഹല്ലേലൂയാ. സ്തോത്രം. കൊടുങ്കാറ്റ് വേറൊരു കാര്യം കൂടെ ചെയ്യും. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ പോയി സാക്ഷ്യപ്പെടുത്താനുള്ള അനുഭവമാണ് കൊടുങ്കാറ്റ്. ഈ യേശുവിനെ കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കൊടുങ്കാറ്റിൻ്റെയും തിരമാലയുടെയും മധ്യത്തിൽ വെളിപ്പെട്ട യേശു നിന്നെയും സഹായിക്കും. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, സോൾട്ട് ഓഫ് ദി എർത്ത്. ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാകുന്ന നമ്മെക്കുറിച്ച് അവൻ ആഗ്രഹിക്കുന്ന, നമ്മൾ പോയി സുവിശേഷം പറയുമ്പോൾ നമ്മൾ അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. ഈ കൊടുങ്കാറ്റ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചത് നീ അവൻ്റെ സാക്ഷ്യം വഹിപ്പാൻ. ഈ ശിഷ്യന്മാരിനെയും പോയി പറയും, അവൻ കേവലം അത്ഭുതം പ്രവർത്തിക്കുന്നവൻ മാത്രമല്ല, കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ഞങ്ങളെ രക്ഷിച്ചവനാണ് എന്ന് സാക്ഷ്യം പറയുവാൻ അവരെ ട്രെയിൻ ചെയ്യുവായിരുന്നു. ട്രെയിൻ. ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഓൾസോ എ ട്രെയിനിങ്. ചർച്ച് ഈസ് ഓൾസോ എ ട്രെയിനിങ് സെൻറ്റർ. യു നോ ദാറ്റ്? ചർച്ച് എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് സെൻറ്റർ കൂടെയാണ്. വിശ്വാസികളെ ട്രെയിൻ ചെയ്യുക. വിശ്വാസത്തിൽ ധൈര്യപ്പെടുക. ഇവിടെ അവർക്ക് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം കൊടുങ്കാറ്റുകൾ അവനെ സാക്ഷ്യപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ മുഖാന്തരങ്ങളാണ്. ഓർക്കുക, നിന്റെ ജീവിതത്തിൽ കടഭാരത്തിൻ്റെ കൊടുങ്കാറ്റാണോ? ലോൺ അടയ്ക്കാൻ കഴിയാത്ത കൊടുങ്കാറ്റാണോ? ഹല്ലേലൂയ. പ്രയാസങ്ങളുടെ കൊടുങ്കാറ്റാണോ? കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരത്തിൻ്റെ കൊടുങ്കാറ്റാണോ? ഒരു നെഞ്ചത്തൊരു കല്ല് വച്ചിരിക്കുന്നത് പോലെ ഭാരം വഹിച്ചു കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റാണോ? നിന്നെ കൊണ്ട് അവൻ്റെ സാക്ഷ്യം പറയിക്കാൻ, അവൻ വലിയവനാണ് എന്ന് മറ്റുള്ളവരോട് ചെന്ന് നീ സാക്ഷ്യം പറയാൻ. ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, ഹല്ലേലൂയ. കൊടുങ്കാറ്റുകൾ അവൻ്റെ വ്യക്തിത്വത്തെ നമുക്ക് വെളിപ്പെടുത്തുക. യേശു ആരാണ് കൂടുതൽ അടുത്തറിയുവാൻ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പത്രോസ് ഇച്ചിരി എടുത്തിയാട്ടക്കാരനാന്നേലും പത്രോസിൻ്റെ അനുഭവം ബാക്കി 12-15 പേർക്കും കിട്ടിയില്ല. സ്തോത്രം. എന്താ യേശു അവരോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളവിടെ നിന്നില്ല, അവൻ മാത്രം വന്നാൽ മതി വെള്ളത്തിൽ എൻ്റെ കൂടെ നടക്കാൻ. ഇത് പത്രോസ് വിലക്കുമായിരുന്നു. പത്രോസ് ആഗ്രഹിച്ചു,
അവരോ ആഗ്രഹിച്ചില്ല. അപ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞല്ല, ഇപ്പം വരട്ടെ, ഇച്ചിരൂടെ കഴിഞ്ഞിട്ട്, നീ അധികം നാളൊന്നും ആയില്ലല്ലോ, ഇച്ചിരൂടെയൊക്കെ വിശ്വാസമൊക്കെ പഠിച്ച് എന്നിട്ട് നീ വെള്ളത്തിൽ നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അവൻ വരിക എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു? വെള്ളം ഇങ്ങനെ കാലൊക്കെ ഇട്ട് നോക്കി. അല്ല, നിങ്ങൾ പറഞ്ഞാട്ടെ, കാലൊക്കെ ഇട്ട് പാസ്റ്റർ കർത്താവേ അത് ശരിയായില്ല, ഇപ്പോഴും വെള്ളം എന്ത് ചെയ്യാന്ന്, വെള്ളം പോലെ ആയിരിക്കുന്നത്, അത് സിമെൻറ്റ് പോലൊന്നും ആയില്ല, അങ്ങനെയൊന്നും വേണ്ട. എല്ലാവരും ചില്ലയുടെ മുഖമൊക്കെ അങ്ങ് വല്ലാതായി. അവൻ ആഴിയെന്ന് ഓർത്തില്ല, ആഴമാരാഞ്ഞില്ല. ഇതാ കർത്താവേ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു അവൻ നടന്നു 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 നടന്നു. എങ്കിലും നമ്മൾ പെട്ടെന്ന് പറയുന്നതോ, എങ്കിലും അവൻ വീണില്ലയോ, എങ്കിലും അവൻ വീഴ്ചയെക്കുറിച്ച് പൊക്കി പറയാനെടുക്കാം, നടന്നതിനെ കുറിച്ച് എന്താ പറയാത്തെ? ആ വീഴാൻ പോയവനെ പിടിച്ചുയർത്തിയതിനെ കുറിച്ച് എന്താ പറയാത്തെ? നിന്റെ കണ്ണ് യേശുവിൽ നിന്ന് അകന്നു പോയെങ്കിലും അവന്റെ കണ്ണ് നിന്റെ മേലുള്ളത് കൊണ്ടാണ് വീഴാതെ നിൽക്കുന്നത്. എന്റെ കണ്ണ് പലപ്പോഴും സാഹചര്യങ്ങളുടെ മേൽ, കൊടുങ്കാറ്റിന്റെ മേൽ, തിരമാലകളുടെ മേൽ ഞാൻ യേശുവിൽ നിന്നും അകറ്റി അതിലെ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ താഴാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് നീ വിശ്വാസത്തിൽ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നീ യേശു ക്രിസ്തുവിൽ നിന്നും നിന്റെ കണ്ണൊരു പക്ഷേ അകറ്റിയിട്ടുണ്ടാകാം. യേശുവിൽ നിന്ന് അവൻ കണ്ണ് തിരമാലകളിൽ. പത്രോസിനോട് ചോദിക്കാം, പത്രോസെ നീ എന്താ വിചാരിക്കുന്നത്? ഈ തിരമാല ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആരാംസെ അല്ലെങ്കിൽ സാവധാനത്തെ ആകാൻ ബിൽക്ക് ഒരു കുഴപ്പമില്ലാതെ ഞാൻ നടന്ന് നിന്റെ അടുത്ത് വന്നേനെ എന്നാണോ പത്രോസ് പറയാൻ ആഗ്രഹിക്കുന്നത്? കർത്താവിന് അറിയത്തില്ലായിരുന്നു അവിടെ ശാന്തമായിട്ടുള്ള അനുഭവത്തിലല്ല, അല്ലെങ്കിൽ തിരമാലയുടെ മധ്യത്തിൽ കൂടെ നടക്കേണ്ടതെന്ന്? നമ്മുടെ വാഗ്വാദങ്ങളൊക്കെ വളരെ ഹല്ലേലൂയ. നമ്മൾ പറയുന്നു, ഓ ആ കൊടുങ്കാറ്റൊന്നും വന്നില്ലായിരുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും നടന്ന് അങ്ങ് ചെന്നേന്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചൊന്നും വന്നില്ലേ? അപ്പോഴും വീഴാൻ പോയോ? തിരിച്ച് കർത്താവിനോടുകൂടെ തോളോട് തോള് കൈയിട്ടുകൊണ്ടായിരിക്കും അവർ രണ്ടുപേരും തിരിച്ച് പടകിൽ കയറിയത്. സ്തോത്രം. നോക്കണം, ഞാൻ നിർത്തുക. ഇവിടെ യേശു അവരെ കടലിനെ ശാന്തമാക്കിയൊന്നുമില്ല, യേശു അവരെ ആ കടലിനെ ശാസിച്ചൊന്നുമില്ല, അതിനുള്ള വേറെ സമയങ്ങളുണ്ട്. അവൻ വന്നപ്പോഴേ കേട്ടോ, അവൻ പടകിൽ കയറിയപ്പോഴേ എന്ത് ചെയ്തു? കാറ്റമർന്നു. യേശു നിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ നിന്റെ സാഹചര്യത്തിൻ്റെ നിയന്ത്രണവും അവൻ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ അവനെ അനുവദിച്ചാൽ മാത്രം മതി. അവൻ പടകിലേക്ക് കയറി നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിലേക്ക് യേശു കയറുമ്പോൾ അവിടെ ശാന്തമാകും, പ്രശ്നങ്ങൾ വഴിമാറും യേശുവിന് മുമ്പാകെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏത് കൊടുങ്കാറ്റിലാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? ഏത് തരത്തിലുള്ള ഒരു പ്രശ്നത്തെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? ഏത് പ്രശ്നത്തിലുള്ള storms and waves are you facing? What type of storms are you facing in your life? Today the Lord is speaking to you personally. I don't know your name. ചിലരെന്നെ ശ്രദ്ധിക്കുന്നവർ ഒരു പക്ഷേ സൂമിലുണ്ടാകും. അവരോടും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, ഈ കൊടുങ്കാറ്റ് ശാന്തമാകും, ഈ കൊടുങ്കാറ്റ് ശാന്തമാകും. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Praise the Lord. കൊടുങ്കാറ്റും തിരമാലയും എല്ലാവർക്കും എഴുന്നേറ്റേക്കാം. അടിച്ചിടുമ്പോൾ കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ ക്രൂശെ നോക്കി യാത്ര ചെയ്യും, ശാശ്വത വീട്ടിലെത്തുവോളം ക്രൂശെ
നോക്കി യാത്ര ചെയ്യും, ശാശ്വത വീട്ടിലെത്തുവോളം ശാന്ത തുറമുഖമടുത്തു. എൻ്റെ കാന്തനോടേറ്റമടുത്തു, ശാന്ത എൻ്റെ കാന്തനോടേറ്റമടു. അധികമില്ല, 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 യാത്ര അധികമില്ല. പ്രൈസ് ദി ലോർഡ്. അധികമില്ല, അധികമില്ല, യാത്ര അധികമില്ല. കർത്താവേ സ്തോത്രം. കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലായിരിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എന്ത് ചെയ്യണമെന്നറിഞ്ഞ് എൻ്റെ ദൈവം എന്ന് എനിക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരോട് നീ വ്യക്തമായി സംസാരിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, നീ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോൾ ചുറ്റുമൊന്ന് കണ്ണോടിക്കുക. ഒരുപക്ഷെ യേശു വെളിപ്പെടുന്ന സമയമായി, യേശു വെളിപ്പെടുന്ന സമയമാണ്. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവേ, സ്വർഗ്ഗപിതാവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ ദയയ്ക്കായി സ്തോത്രം. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ പ്രശ്നങ്ങളാകുന്ന, പ്രതികൂലങ്ങളാകുന്ന, രോഗങ്ങളാകുന്ന, കടഭാരമാകുന്ന ഹല്ലേലൂയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നിന്നെ മറന്നു പോകുന്നു എന്ന ചിന്ത, ഹല്ലേലൂയ ഞങ്ങളെ കൈവിട്ടു എന്ന ചിന്ത ഞങ്ങളെ ഭരിക്കാതെ, കർത്താവേ, ഞങ്ങളെ കൈവിടുകയില്ല. ഞങ്ങളെ കര കയറ്റി അപ്പുറത്ത് കൊണ്ടുപോകും. ഇത് ഞങ്ങളെ അടുത്ത പടിയിലേക്ക് ഉയർത്താനാണ്. ആമേൻ. നീ ഞങ്ങളെ ശോധന ചെയ്യാനാണ്. നീ ഞങ്ങളെ നിൻ്റെ സാക്ഷ്യം മറ്റുള്ളവരെ അറിയിക്കാനാണ് എന്നറിഞ്ഞുകൊണ്ട് ഏറ്റുപറയാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന മഹത്വം എല്ലാം കർത്താവിന് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കുക. ഇത്രത്തോളം സമയം അനുവദിച്ച ദേവദാസനോട് സഭയോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു.